അടിച്ചുകയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്റെ പാർവതി ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ ഒരു മര്യാദയ്ക്ക് വിളിക്കണ്ടേ? ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ. നീ എന്നെ മാത്രമേ കണ്ടുള്ളൂ. ദേവികങ്ങളോട് നിൽക്കുന്ന കണ്ടില്ലേ? ദേവികയ്ക്ക് വിശക്കുമ്പോ വന്നെടുത്ത് കഴിക്കാലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ആ വിശപ്പ് വരുന്നതെന്ന് മെസ്സേജ് വന്നായിരുന്നു. അങ്ങ് ആമാശയത്തീന്ന്. അതുകൊണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളാം. നീയും എന്റെ പ്രിയപ്പെട്ട അമ്മയും ശരത്ത് മോനും ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കേ. അച്ഛാ, ഞാൻ എത്തിമോള് ഉറങ്ങി നോക്കട്ടെ. ഇവിടെ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ആഹാ, മറഞ്ഞു നിന്ന് രഹസ്യം പിടിക്കുന്ന പരിപാടിയും തുടങ്ങിയോ? മറിഞ്ഞു നിന്ന് രഹസ്യം പിടിച്ചതല്ല, പിന്നെ വന്നപ്പോ സംസാരം കേട്ട് നിന്ന് പോയതാ. ദേവികയ്ക്ക് വേണ്ടി നടേശൻ പോലീസിന്റെ തല അറക്കാൻ വരെ മനോഹരേട്ടൻ ധൈര്യം സംഭരിച്ച് വെച്ചിരിക്കുകയല്ലേ? ധൈര്യവും സംഭരിച്ചിട്ടുണ്ട്, അതിനുള്ള ആയുധവും സംഭരിച്ചിട്ടുണ്ട്. നീയേ അരിയുടെ സംഭരണം മാത്രം നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്. മനോഹരേട്ടൻ ഇത് എന്തിന്റെ കുഴപ്പാ? ദേവിക സിദ്ധാർത്ഥനെ കൊണ്ട് കെട്ടിക്കണമെന്ന് എന്താ ഇത്ര വാശി? പിന്നെ എന്നാടി, ദേവിക മോളെ ആയുഷ്കാലം മുഴുവൻ വേലക്കാരി പട്ടം കൊടുത്ത് ഈ വീട്ടിൽ തന്നെ നിർത്തണം. അതൊന്നും നടക്കത്തില്ല. ആരൊക്കെ കൊമ്പ് കുലുക്കിയാലും ദേവികമ്മയുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി മനോഹരേട്ടൻ അപകടം വിലയ്ക്ക് വാങ്ങുക. ആദ്യം സ്വന്തം മകളെ ഈ അവസ്ഥയിലാക്കിയവരെ ഇങ്ങനെ കിടത്താൻ നോക്ക്. എന്നിട്ട് നടേശൻ പോലീസിന്റെ തല വെട്ടാൻ കൊടുവാളുമായിട്ട് ഇറങ്ങും. ആരെ ഉദ്ദേശം നീ പറയുന്നേ? സിദ്ധാർത്ഥനെ അതോ ദേവിക മോളെയോ? തെറ്റ് ചെയ്തത് ആരായാലും അവരെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. തെറ്റ് ചെയ്താരാന്നറിയട്ടെ, അപ്പൊ ശിക്ഷ മനോഹരം വിധിക്കും. എന്റെ മകൾ ഇങ്ങനെ കിടക്കുമ്പോ ദേവികയുടെ കല്യാണം നടക്കരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കും. ആ സദ്യ ഉണ്ണാൻ എനിക്ക് താല്പര്യമില്ല. ഓ, നീ പറഞ്ഞത് പന്തി ഭോജനത്തിന് ഇരിക്കുമ്പോഴായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ എച്ചിക്കൈ കൊണ്ട് അടിക്കായിരുന്നു. 10 പേര് കാങ്കെ. ഇനി വാ തുറന്നാലുണ്ടല്ലോ ഒരെണ്ണം വാങ്ങിച്ചോണ്ട നീ പോകത്തുള്ളൂ. ഏറിപ്പൊടി. എന്റെ അമ്മേ, ബുൾസയോ? പിന്നെയും തുടങ്ങിയോ ഈ ബുൾസൈ പ്രേമം? അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ചില ഇഷ്ടങ്ങൾ കൂടും. അത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുകയും വേണം. അതാ പാർവതി അതിന്റെ ഒരു രസം. എന്റെ അമ്മേ, കൊളസ്ട്രോൾ വരും. പിന്നെ എന്നും മുട്ട തരുന്ന കോഴിക്ക് കൊളസ്ട്രോൾ ഇല്ല. പിന്നല്ലേ മുട്ട കഴിക്കുന്ന എനിക്ക്. എന്നാ മുത്തശ്ശി ഒരു കൊളസ്ട്രോൾ പുരാണം? പാർവതി എന്നെ പറഞ്ഞങ്ങ് രോഗിയാക്കാൻ നോക്കുക. എനിക്ക് എന്തെങ്കിലും ആരോഗ്യക്കുറവുണ്ടോ? ശരത്തുമോൻ പറ. എവിടുന്ന്? ഒരാരോഗ്യക്കുറവില്ല. കാലന്റെ പോത്തിനെ കാലെ വാരി നിരത്തടയ്ക്കുള്ള ആരോഗ്യം മുത്തശ്ശിക്കുണ്ട്. അങ്ങനെ പറ. 101 വയസ്സാ എനിക്ക് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നേ. മുത്തശ്ശി സെഞ്ചുറി അടിക്കും മുത്തശ്ശി, അത് ഉറപ്പാ. അതിനിടയില് ഓടി വീണ് റണ്ണൌട്ട് ആവായിരുന്നാ മതി. എന്തായിരുന്നമ്മേ അച്ഛനായിട്ടൊരു സംസാരം? കലിപ്പ് സീനായിരുന്നു തോന്നുന്നു. ഓ, മനോഹരേട്ടൻ ദേവികയ്ക്ക് വേണ്ടി പടച്ചിട്ടേം ധരിച്ച് വാളും പരിചയെടുത്ത് നിൽക്കുമല്ലേ. ചന്ദ്രലേഖയുടെ അച്ഛനെ കൊന്നിട്ടാണെങ്കിലും സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള കല്യാണം നടത്തുമെന്ന്. അച്ഛനപ്പോ കിറ്റ് വിക്കറ്റ് ആകാനുള്ള ശ്രമത്തിലാണല്ലേ? അതെന്നതാ ശരത്തുമോനെ ഈ കിറ്റ് ബിക്കറ്റ്? അയ്യോ, കിറ്റ് ബിക്കറ്റ് അല്ല. എന്ന് വെച്ചാ അവനവൻ ഡൗട്ട് അവനവൻ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ച് കൂടാരം കയറുക. പാർവതിയെ, മനോഹരൻ മിക്കവാറും നടേശൻ പോലീസിന്റെ ഇടി കൊണ്ട് ചാവും. ഒരെണ്ണത്തോണി പണിഞ്ഞ് പൊട്ടൻ ചുക്കാതി തൈലം നിറച്ചിടാം. മനോഹരൻ നീന്താനേ. ഞാൻ എന്ത് ചെയ്യാനമ്മേ?
ദേവികയുടെ മനസ്സും ഇപ്പൊ കല്യാണത്തിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. അമ്മയുടെ 2 മക്കളെയും ഈ അവസ്ഥയിലാക്കിയാണ് വലതുകാല് വെച്ച് കഥയിലെ പ്രധാന വില്ലന്റെ കൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു. കൈ പിടിച്ചു കൊടുക്കാൻ അച്ഛനും. നമ്മൾ എന്തോ ചെയ്യും ശരത്തുമോനെ? എന്തൊക്കെ നടക്കുമെന്ന് മുത്തശ്ശി കണ്ടോ? ഓ, എന്തായാലും എന്റെ നിത്യക്കുട്ടിയുടെ സ്വപ്നങ്ങള് തല്ലി തകർത്തവരെ ഞാൻ വെറുതെ വിടില്ല. സിദ്ധു അച്ഛനെ വിളിച്ചിരുന്നോ? ആഹാ, എന്നിട്ട് അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താ മിസ്റ്റർ മനോഹരൻ, താങ്കൾക്ക് എന്റെ മുന്നിൽ ഒരു കള്ളത്തരം? ആ, കുറുനരി പതുങ്ങി വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. ആരാടി ദേവികെ കുറുനരി? അതിപ്പോ നിന്റെ വേണ്ടപ്പെട്ടവരും നീയും എല്ലാം കുറുനരി കൂട്ടല്ലേ? നരിയാന്നോ നരനാന്നോന്നൊക്കെ നിന്നെ ഞാൻ അറിയിക്കാവടി. ഓ, ആയിക്കോട്ടെ, ഞാനും അതിനെ കാത്തിരിക്കാം. നീ കാത്തിരിക്കണം. എന്റെ താലി നിന്റെ ഈ കഴുത്തി വീഴുന്ന ദിവസത്തിന് വേണ്ടി മാത്രം. ഒന്ന് പോടാ. ഏയ്, അങ്ങനെ അങ്ങ് പോവാതെ. ഇവിടുത്തെ മനോഹരനച്ഛൻ നിനക്ക് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു എന്ന് കേട്ടു. സിദ്ധാർത്ഥനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണമെന്നോ, ജീവിതം ഒന്നേ ഉള്ളൂ എന്നൊക്കെ. അല്ല, അമ്മേ മുത്തശ്ശി അടുക്കളയെ പറയുന്ന കേട്ടതാ. നീ പിന്നെ കിച്ചൺ ക്യാബിനറ്റിലെ മെമ്പർ ആണല്ലോ, പ്രധാന മെമ്പർ. അതേടാ, ചിലപ്പോ ഇനിയുള്ള എന്റെ യാത്ര സിദ്ധുനൊപ്പമായിരിക്കും. ഒരേ സീറ്റിലിരുന്ന് ഈ പറങ്കാഴ്ചകളൊക്കെ കണ്ട്. ഒന്ന് ചുമ്മാതിരേടി. സൈഡ് സീറ്റിലിരുന്ന് ഒരുപാട് കാറ്റും ചാറ്റമഴ അടിച്ചാലേ പനി പിടിക്കും. എന്തായാലും അതിന് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ വരെ വെടിനിർത്തൽ കരാറുണ്ടാക്കി. നമുക്കിടയിലും വേണ്ടടി ഒരു സീസ് ഫയർ. എനിക്കതിന് പക്ഷേ ഒരു മുദ്രപത്രമോ നിബന്ധനകളോ ഒന്നും വേണ്ട. പകരം ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള മഞ്ഞച്ചരടിൽ ഒരു മുദ്ര നിന്റെ കഴുത്തി കെട്ടണം. അതിന് നിനക്ക് ഈ കൈയും തലയൊക്കെ അവശേഷിച്ചാൽ അല്ലേടാ പറ്റുള്ളൂ. തല ഉണ്ടായിട്ട് തന്നെ നിന്നെ കാണാൻ പരമ ബോറ. അപ്പൊ പിന്നെ തലയില്ലാത്ത നിന്നെ കാണാൻ എങ്ങനെയായിരിക്കും? നടേശം പോലീസിന്റെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞത് നിന്റെ കാര്യത്തിൽ ഞാനങ്ങ് അപ്ലൈ ചെയ്യും. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എടി നടേശനെ നിനക്ക് നിന്റെ അമ്മയപ്പനും ശരിക്കറിയാൻ വയ്യാണ്ടാ. വല്ല പഴയ പോലീസ് ക്യാമ്പിലും കൊണ്ടുപോയി മനോഹരനെ തല കീഴായി കെട്ടി തൂക്കി ഇടിക്കും. 3-ാം പക്കം നീ പറഞ്ഞ പോലെ തലയില്ലാത്ത മനോഹരനെ വല്ല ആറ്റിന്ന് തോട്ടിന്നോ കിട്ടും. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? എന്റെ അച്ഛനെ എങ്ങനെ തോട്ടാലുണ്ടല്ലോ. അപ്പോ നീ ഒരു രീതിയിലും ഒരു കീഴടങ്ങലിന് തയ്യാറല്ല, ഒത്തുതീർപ്പിന്. അല്ലടാ, സുധിയേട്ടന്റെ മരണത്തിനും നിത്യമോളെ ഈ അവസ്ഥയിലാക്കിയതിനൊക്കെ നിന്നോട് എനിക്ക് പകരം ചോദിക്കണം. അല്ലാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് നീ അടുക്കളയിൽ പോയി ഒന്നുകൂടി ഇരുന്ന് ആലോചിക്ക്, ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന്.